ചേച്ചി 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 എണീക്ക്. എന്താ ചിഞ്ചു ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എണീക്ക് ചേച്ചി പ്ലീസ്. ഒന്ന് പോയ ചിഞ്ചു, ഞാനൊന്ന് ഉറങ്ങട്ടെ. ചിഞ്ചു ചിഞ്ചു ആമി നീ വന്നോ? ആ അകത്തോട്ട് കയറിയോ? ഇവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു, കളിക്കാൻ ആരില്ലാത്തോണ്ട്. ടപ്പി വന്നില്ലേ? ടപ്പിന്റെ ഒട്ടുന്ന അപ്പുറത്ത് കളിക്കുന്നുണ്ടേ. ഇസുമ നിന്നെ സമ്മതിച്ചോ ഇങ്ങോട്ട് പോരാൻ? ഞാൻ എന്റെ അമ്മാനോട് പറഞ്ഞിക്കാണ്ട് വെല്ലം മുങ്ങിയതാണേ. നീ നോക്കിക്കേ, ഈ മിനി ചേച്ചി എണീക്കുന്നേ ഇല്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. ചേച്ചി ഇന്നലെ എന്നോട് പാവ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതാ കളിക്കാൻ, എന്നിട്ട് പോയി എണീക്കൊന്നുമില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി ഇതാര് ആമിയോ? നീ എപ്പോ എത്തി? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ചേച്ചി ഞങ്ങൾക്ക് ഡോളിനെ ഉണ്ടാക്കി തരുമോ? ഇപ്പൊ വരാം. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിരുന്നോ? രണ്ടാളും ഒഴിഞ്ഞ 2 വെള്ളക്കുപ്പി എടുത്തോ. ചേച്ചി ഇനിയിപ്പോ പാവന ഉണ്ടാക്കി കൊടുത്തില്ലേ, രണ്ടാളും എന്നെ വിടൂല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒഴിഞ്ഞ കുപ്പി കിട്ടിയില്ലേ? അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. ഈ കുപ്പി പോരെ ചേച്ചി? ആഹാ, അപ്പൊ നിനക്ക് പറഞ്ഞ പണി ചെയ്യാനൊക്കെ അറിയാലേ. ആദ്യം ആമി കൊണ്ടുപോവാ. ഇതാ ചേച്ചി കുപ്പിതേ ഇങ്ങനെ നിർത്തണം. നീ ഡോളിന്റെ ഡ്രസ്സ് എടുത്തേ. ഇനി ഇതേ ആ ഡ്രസ്സ് എടുത്തിട്ട് ഡോളിനിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. എന്ത് രസാ കാണാൻ. നോക്ക് ചിഞ്ചു, എന്റെ ഡോളിനെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ചേച്ചി ചേച്ചി എന്റേതും കൂടി ഒന്ന് വേഗം റെഡിയാക്കി താ. ചേച്ചി ചേച്ചി എനിക്ക് പച്ച ഉടുപ്പ് മതി. പച്ച ഉടുപ്പൊന്നും എന്റെ കയ്യിലില്ല, ഒരു മഞ്ഞ ഉടുപ്പുണ്ട്, അത് വേണോ? ആ എന്നാ അത് മതി. ആഹാ, ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ചേച്ചി ഒരു സകലകല വല്ലഭി തന്നെ. എന്റെ പൊന്നുമോളെ ചേച്ചി വല്ലാതെ സുഖിപ്പിക്കല്ലേ. കുറച്ചു നേരം കഴിഞ്ഞാൽ കാണാൻ നിന്റെ സ്വഭാവം. അപ്പൊ ഇത് ഉണ്ടാക്കി തന്നതൊന്നും ഓർമ്മ കാണില്ല. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ രണ്ടാളും പോയി കളിച്ചോ, എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. ആമി നമുക്ക് പോയി കളിച്ചാലോ? ആ ശരി, വേഗം വാ. പിന്നെ ചിഞ്ചു മുത്തശ്ശിയുടെ റൂമിലോട്ടൊന്നും പോണ്ടാട്ടോ. മുത്തശ്ശിക്ക് നിങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടപ്പെടൂല, നിനക്കറിയാലോ. ആ ചേച്ചി അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആമി നമുക്കിത് ഇവിടെ ഇരുന്ന് കളിക്കാം. ഇവിടെ ആവുമ്പോ ആരുടെ ശല്യമില്ല. ആ ടുട്ടു ഇങ്ങോട്ട് വരത്തില്ല. എന്നാ നമുക്ക് ഇവിടെ നിന്നിട്ട് കളിക്കാം. നമ്മൾ രണ്ടുപേരും വേറെ വേറെ വീട്ടിലാട്ടോ. എന്നിട്ട് ഞാൻ എന്റെ പാവക്കുട്ടിനെയും കൂട്ടിയിട്ട് നിന്റെ വീട്ടിലോട്ട് വിരുന്ന് വരും. നീയും നിന്റെ കുട്ടിയും കൂടി എനിക്ക് ഫോൺ വിളിക്കണം. നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വിരുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ശരിയാ. എന്നിട്ട് നീ ഞങ്ങൾ വരുമ്പോഴേക്കും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. ഓക്കെ ഓക്കെ. ഓ അമ്മയുടെ പൊന്നേ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാ ഉറങ്ങിക്കോ, അമ്മ പാട്ട് പാടി തരാൻ കേട്ടോ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഉമ്മച്ചിന്റെ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? ഞാൻ പാട്ട് പാടി തരാട്ടോ. താലോലം കുട്ടിയെ ഉറങ്ങിക്കോ കുട്ടിയെ, താലോലം കുട്ടിയെ ഉറങ്ങിക്കോ കുട്ടിയെ. നീ എന്താ ഞാൻ പറയുന്നത് പോലെ തന്നെ പറയുന്നേ? ഞാൻ എന്റെ കൊച്ചിനെ ഉറക്കുന്നത് കണ്ടിട്ട് നീ എന്തിനാ അതുപോലെ തന്നെ ചെയ്യുന്നേ? നിനക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ? അതിന് നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലല്ലോ, നമ്മൾ രണ്ടുപേരും വേറെ വേറെ വീട്ടിലല്ലേ. ഞാൻ എന്റെ കൊച്ചിനെ ഓർക്കുന്നു, നീ നിന്റെ കൊച്ചിനെ ഓർക്കുന്നു. അതിനിപ്പോ എന്താ? ആ അത് ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ പൊന്നുമുക്ക് വിശക്കുന്നുണ്ടോ? അമ്മ മാമാമൻ തരട്ടെ? അയ്യോടെ കുട്ടാ, നീ എന്തിനാ കരയുന്നേ? അമ്മയില്ലേ ഇവിടെ? നീ ഇവിടെ ഇരിക്കട്ടോ, അമ്മ ഇപ്പൊ വരാം. അമ്മ നിനക്ക് മാമ എടുത്തിട്ട് വരാം കേട്ടോ. അയ്യോ അയ്യോ, എന്റെ കൊച്ചി വീണോ? എനിക്ക് എന്താ പറ്റിയ മോളെ? അമ്മ നിനക്ക് ഫുഡ് എടുക്കാൻ പോയതല്ലേ മോളെ, നീ അപ്പോഴേക്കും അവിടുന്ന് വീണോ? ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതല്ലേ അമ്മ എടുത്തെടുത്ത് തന്നെ ഇരിക്കണമെന്നേ. നീ അവിടുന്ന് മാറാൻ നോക്കിയിട്ടല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കാലിലാണെ മുറിവായല്ലോ നിന്റെ. അമ്മ മാമ എടുത്തിട്ട് വരാൻ കേട്ടോ. ഇനി ഇവിടെ നിന്ന് എവിടേക്കും പോവല്ലേ. നീയേ ഇനി സോഫയിൽ ഇരുന്നോ. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഞാൻ നടത്തുന്ന മാറി നിന്ന അപ്പൊ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും. മോളെ നിനക്ക് കുളിക്കണ്ടേ? നീ ഒന്ന് എണീറ്റേ. എന്താ അങ്ങനെ തന്നെ, നല്ല കുട്ടിയാണല്ലോ. വേഗം എണീറ്റ് വന്നു, നമുക്ക് കുളിക്കാട്ടോ. ഉമ്മച്ചി പോയിട്ടേ വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇതെന്താ ഇവിടെ? ഈ വികൃതി പിള്ളേരുടെ പണിയായിരിക്കും ഇതല്ല. ഇവറ്റക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെയൊക്കെ ആകെ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അമ്മയെ പോലെ തന്നെയല്ലേ മക്കളും, അവളും അങ്ങനെ തന്നെയാ. ഇതെന്താ ഇത്, കുപ്പിഭൂതമോ? ഇതൊക്കെ എവിടെ നിന്ന് തെറിയട്ടെ. മുത്തശ്ശി മുത്തശ്ശി എന്താ ഈ ചെയ്യുന്നേ? ആഹാ, നീയാണല്ലേ ഇതൊക്കെ ചെയ്തേ? ഈ റൂമിന്റെ കോല ഒന്ന് നോക്കിക്കേ. നീ എന്തൊക്കെയാ ഇവിടെ നിരത്തിയിരിക്കുന്നേ? ഇവിടെ എന്ത് നിരത്തിയെന്നാ? ഞാനും ആമിയും കൂടി കളിക്കില്ലേ മുത്തശ്ശി? ഓഹോ, നീ ഉണ്ടായിരുന്നോടി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്കെന്താ നിന്റെ വീട്ടിൽ കളിക്കാൻ സ്ഥലമില്ലേ? മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയാ അമ്മയോട് പറയുന്നേ? നിനക്കെന്താ പുറത്തിരുന്ന് കളിച്ചൂടെ? നിങ്ങളോട് അമ്മ പറഞ്ഞതാണല്ലോ ഇവിടെ ഇരുന്ന് കളിക്കാം. പിന്നെ മുത്തശ്ശിക്ക് എന്താ? മുത്തശ്ശി ഇതുവരെ സീരിയൽ കണ്ടിരിക്കായിരുന്നല്ലോ, ഇപ്പൊ എന്തേ? എന്താ അമ്മേ? അച്ഛാ, ഈ മുത്തശ്ശി ഞങ്ങളെ കളിക്കാൻ സമ്മതിക്കുന്നില്ല. മുത്തശ്ശി എന്തൊക്കെയാ ഇവിടെ ആമിയോട് പറയുന്നേന്നോ? എന്താ അമ്മേ കുട്ടികളെ ഇങ്ങനെ ശല്യം ചെയ്യാൻ നിൽക്കുന്നേ? ഞാനെന്ത് ശല്യം ചെയ്തെന്നാ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഗുണം ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, എല്ലാരെയും വഴക്ക് പറയുന്നതാവില്ലേ ഗുണം ചെയ്യുന്നേ? അല്ലെങ്കിൽ ഈ വയസ്സായ കിളവി ആർക്ക് വേണം? എന്റെ രഘുവിന്റെ വീട്ടില് എന്തോ ഒരു സുഖമായിരുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇങ്ങോട്ട് വരാൻ? അതിന് അമ്മ രഘുവിന്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞേ. അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ പുതിയ സീരിയൽ തുടങ്ങിയിട്ടുണ്ട്, വാ കാണുന്നില്ലേ? ആമി, നീ ഇതൊന്നും കേട്ട് സങ്കടപ്പെടണ്ട കേട്ടോ. നിനക്കറിയില്ലേ മുത്തശ്ശിയുടെ സ്വഭാവം? നിന്റെ കതീസുമയെ പോലെ തന്നെയാ എന്റെ മുത്തശ്ശി. നീ വാ, നമുക്ക് കളിക്കാം. ദേ വായ തുറക്ക്. അങ്ങനെ തന്നെ, മിടുക്കി കുട്ടി. ദാ കുറച്ചുകൂടെ കഴിക്കേ. അമ്മ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അയ്യേ, നിനക്ക് മതിയായോ? മതിയായെങ്കിൽ നീ ബാക്കി ഞാൻ കഴിച്ചോളാം. ഹായ്, നല്ല ടേസ്റ്റ്. മോളെ നീ ഇവിടെ ഇരിക്കേ, ഞാനേ ആമിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, ആമി ഞാൻ നിനക്കാ വിളിക്കുന്നേ, ഫോൺ എടുക്ക്. എനിക്ക് വിളിക്കാണോ? ഹലോ, എന്താ ചിഞ്ചി വിശേഷം? സുഖല്ലേ? ഇവിടെ നല്ല സുഖ. എന്താ മോളെ ഇവിടെ ഉറങ്ങിയോ? അവളെ കാര്യമൊന്നും പറയണ്ടാന്നേ, ഭയങ്കര വികൃതിയാ. അതെയോ? ഇവിടെ ഉണ്ട് ഒരുത്തി, അവളും അതുപോലെ തന്നെയാ, ഒന്നും കഴിക്കില്ല.
ഓ അത് ശരി, ഞാനിപ്പോ അവളെ കുളിപ്പിച്ചോണ്ടിരിക്കുക, അതാ ഫോൺ എടുക്കാൻ വൈകിയേ. ഹാ അത് ശരി, ഞാനേ മോളെ ഉറക്കട്ടെ. എന്റെ മക്കളെ എന്ത് പറ്റിയാമി? എന്താ മോള് കുളിപ്പിക്കുന്നതിനിടെ വീണു ചിഞ്ചു? ആണോ? എന്നിട്ട് എന്താ പറ്റിയേ? എന്താന്നറിയില്ല, അവള് നന്നായിട്ട് കരയുന്നുണ്ട്. അതെയോ? നീ വേഗം മോളെ എടുക്ക്. മോളെ നിനക്ക് എന്ത് പറ്റി? കരയല്ലേ മോളെ, അറിയാതെ പറ്റിയതല്ലേ. ഓ കൊച്ചിനാണെ നന്നായിട്ട് പണിക്കുന്നുണ്ട്. അല്ല എന്താ രണ്ടാക്കും പണി? ഭയങ്കര തിരക്കിലാണല്ലോ. ഞങ്ങൾ ഇവിടെ കളിക്കാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതെ, നിങ്ങൾ രണ്ടാളും കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ കളിക്കാൻ. ഓ പിന്നെ നിങ്ങൾ രണ്ടുപേരും കളിക്കാൻ കൂട്ടിയാലും മതി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുണ്ട്. ടുട്ടു വെറുതെ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട, പൊക്കോ. ആഹാ, നീ പറഞ്ഞത് വെച്ച് ഞാനങ്ങോട്ട് പോവാൻ നിൽക്കില്ലേ? ഞങ്ങൾ രണ്ടാളെയും കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ അറിയാലോ. നീ എന്ത് ചെയ്യൂടാ? പറ. ഇതിനെന്നാ ഞങ്ങൾ എടുക്കുക? ഇവിടെ താടാ. എന്താ കുട്ടാപ്പി, നീ എടുത്തോ ഇത്. ഞങ്ങൾ കളിക്കുന്ന കളിയിൽ നിങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. ശരി എന്നാ നിങ്ങൾ രണ്ടാളെയും കൂട്ടാം. എന്നാ നിന്റെ ഡോളിനെ എന്താ പിടിച്ചോ. ഇവന്മാരെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ. ആ അവരും കൂടിക്കോട്ടെ. ടുട്ടുവിന് നമുക്കേ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? ആമി നിന്റെ കൊച്ചിന് സുഖമില്ലല്ലോ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാം. ശരിയാ, എന്റെ കൊച്ചിന് തീരെ സുഖമില്ല. ആ വരൂ, എന്താ പറ്റിയേ? ഡോക്ടറെ എന്റെ കൊച്ചിന് തീരെ സുഖമില്ല. ആണോ? എന്താ പറ്റിയേ? ഇനി അടുത്തേ കൊണ്ടുവന്നേ, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചിനൊന്ന് തിരിച്ചിരുത്തിക്കേ. ഓ മൈ ഗോഡ്, എന്താ ഡോക്ടറെ എന്റെ കൊച്ചിന് എന്താ? ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും? എന്താണെങ്കിലും പറ ഡോക്ടറെ, ഒരു ദിവസം എല്ലാവരും ഇതൊക്കെ അറിയേണ്ടതല്ലേ. നിങ്ങളുടെ മോൾക്കേ വലിയൊരു അസുഖമാ. അസുഖമോ? എന്ത് അസുഖ? ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാല് എൻസൈക്ലോപീഡിയ അർജന്റീന. അർജന്റീനയോ? അതെ അതെ, ഈ അസുഖത്തിന്റെ പേരതാ. ആണോ? ഇത് മരുന്ന് കൊണ്ട് മാറില്ലേ ഡോക്ടറെ? ഞാൻ കുറച്ച് മരുന്ന് എത്തി തരാം, നിങ്ങളത് വാങ്ങി കഴിച്ചു നോക്ക്. ഒരാഴ്ച മരുന്ന് പിടിച്ചു നോക്കാം, എന്നിട്ട് വരണേ. ശരി ഡോക്ടറെ. ഈ കളി കൊള്ളാലോ കുട്ടാപ്പി. എടാ ടുട്ടു, നിന്റെ കഴുത്തിലിട്ടിരിക്കുന്ന സാധനം എനിക്ക് ഒന്ന് തരോ? ഏയ് ഇത് നിനക്കൊന്നും തരാൻ പറ്റില്ല, ഇതേ ഡോക്ടർമാര് മാത്രം ഇടുന്നതാ. അതിന് നീ ഡോക്ടറൊന്നുമല്ലല്ലോ, പിന്നെന്താ? നീ ഒന്ന് മിണ്ടാതിരിക്കേ, അടുത്ത പേഷ്യന്റ് വരാൻ സമയമായി. നെക്സ്റ്റ് പേഷ്യന്റ്. മിനി മിനി. ഓ തുടങ്ങി തള്ള, തൊണ്ട കീറുന്നു. എന്തിനാണാവോ? എന്താ? രാവിലെ തന്നെ തുടങ്ങിയല്ലോ, എന്താ? എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോണം. നിങ്ങൾ പൊക്കോ, അതിനെന്തിനാ എന്നോട് ചൂടാവുന്നേ? സാരിയുടെ ബ്ലൗസ് ഇവിടെ, ഒരൊറ്റ ബ്ലൗസ് ഇവിടെ കാണുന്നില്ല. നിങ്ങളെ സാരിയുടെ ബ്ലൗസ് ഞാനാണ് എടുത്തേ, നീ അല്ലാതെ ഇവിടെ വേറെ ആരാത് എടുക്കാൻ? ദേ മര്യാദക്ക് എന്റെ ബ്ലൗസ് തന്നോണം. ആഹാ, ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിന്നപ്പോഴേക്കും നീ എന്റെ ബ്ലൗസ് ഒക്കെ എടുത്തു അല്ലേടി? അയ്യേ, എനിക്കെന്തിനാ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന നിങ്ങളെ ബ്ലൗസ്? അത് ശരിയാ, ഇന്നെ പോലെ ഉണ്ടപ്പക്കൂന്നൊന്നും എന്റെ ബ്ലൗസ് കൊള്ളില്ല. ദേ ഞാൻ എല്ലാം സഹിക്കും, എന്നെ തടിച്ചിന് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യൂടി? നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അമ്മേ അയ്യോ, ഈ കൊച്ചുങ്ങളെ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ? എന്ത്? ഈ കുപ്പിഭൂതത്തിന്റെ ഡ്രസ്സ് എവിടെന്നാ? അത് ഞങ്ങൾക്ക് മിന്ന ചേച്ചി ഉണ്ടാക്കി തന്നതാ. എന്റെ ദൈവമേ, എന്താ അമ്മേ? മുത്തശ്ശിയുടെ ബ്ലൗസ് കീറിയിട്ടാണ് അവൾ നിങ്ങൾക്ക് പാവ ഉണ്ടാക്കി തന്നെ? അയ്യോ, മുത്തശ്ശിയുടെ ബ്ലൗസ് ആണോ ഇത്? ആഹാ, നിങ്ങൾ രണ്ടുപേരും എന്റെ ബ്ലൗസ് കീറിയിട്ടാണല്ലോ ഇവിടെ കളിക്കുന്നത്. രണ്ടിനെ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, എന്റെ രഘു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്തു തന്നതാ. ഈ പിള്ളേരുടെ ഇടയിൽ ഒരു സാധനം വെക്കാൻ വയ്യ, അപ്പോഴേക്കും അതൊക്കെ നാശാക്കി. ഓ എന്തൊരു കുരുത്തം കെട്ട പിള്ളേരാ. അത് പിന്നെ മിന്നു ചേച്ചി പറഞ്ഞു ഇത് വേണ്ടാത്തതാണെന്ന്. എന്നിട്ട് അവളെവിടെ? അവൾക്കുള്ളത് ഞാൻ തരാം. മിന്നു ചേച്ചി സത്യം പറഞ്ഞോടി, നീ പറഞ്ഞതല്ലേ അവരോട് അത് എടുക്കാൻ. ഓ പിന്നെ എനിക്ക് വട്ടല്ലേ നിങ്ങളെ ബ്ലൗസ് എടുത്തിട്ട് കൊടുക്കാൻ. ദേ വെറുതെ എന്നെ മെക്കെട്ട് കയറാൻ നിൽക്കണ്ട. നിങ്ങൾ കുറെ നേരമായി തുടങ്ങിയിട്ട് ഇതന്നെ അത് ചെയ്ത് എനിക്ക് ഉറപ്പാ. ഓ ഇവരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് പോകുന്നതാ. മാമി അവിടെ നിന്ന് വേഗം ഓടിക്കോ. ചിഞ്ചു പോയോ? നിക്ക് പിള്ളേരെ അവിടെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ മോനിങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. അവക്കിട്ടൊന്ന് കൊടുക്കടി. മുത്തശ്ശി എന്താ കൊച്ചേ? സീരിയൽ കാണാൻ സമ്മതിക്കത്തില്ല. മുത്തശ്ശി ദേ നിന്നോട് ഞാൻ ചോദിച്ചേ എന്താ? മുത്തശ്ശി എന്നോട് പിണക്കാണോ? അങ്ങനെ ഒന്ന് കൂട്ടിക്കോ. എന്തേ മുത്തശ്ശി ചാനലൊന്നും മാറ്റോ? ചാനലൊന്നും മാറ്റാൻ പറ്റില്ല, ഞാൻ ഈ സീരിയൽ ഒന്ന് കണ്ടു തീരട്ടെ. കുറച്ച് നേരത്തിന് ഞാനൊന്ന് മാറ്റട്ടെ പ്ലീസ്. ഈ സീരിയൽ ഇപ്പോൾ പരസ്യവും, അപ്പോൾ വേണമെങ്കിൽ കണ്ടോ. ശരി. മുത്തശ്ശി പരസ്യമായി, ഇനി ഞാൻ മാറ്റട്ടെ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ടിവിയുടെ ഉള്ളിലെത്തി. ഇനിലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ചു എന്റെ കുറച്ച് ഫ്രണ്ട്സാളെ നിന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെയോ? ആരൊക്കെയാണ്? ഫിദ, അദ്വിക, ഷഹാന. അപ്പൊ എല്ലാവർക്കും ഹായ്.